ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ ഇന്ന് വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ഈശോ പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികൾ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? തുടർന്ന് ദൈവിക പരിപാലനയെപ്പറ്റി ഈശോ വാചാലനാകുന്നു. നമ്മൾ മനുഷ്യർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും എന്തായിത്തീരും, എങ്ങനെ നടക്കുമെന്ന് വല്ലാത്ത ആധിയും ഉത്കണ്ഠയുമുണ്ട്. ഇന്ന് ഈശോ പറയുന്നത് ആകുലചിത്തരാകാതെ ദൈവിക പരിപാലനയിൽ ആശ്രയിക്കുവാനാണ്. വിശുദ്ധരെല്ലാവരും തന്നെ ഇത്തരത്തിൽ ദൈവിക പരിപാലനയിൽ അടിയുറച്ച് ആശ്രയിച്ചവരായിരുന്നു. കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഇപ്രകാരമാണ്. 1962 ഒരു ദിവസം ഒരു സിസ്റ്റർ മദറിനെ ഫോണിൽ വിളിച്ചിട്ട് ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾക്കായി ആഗ്രയിൽ ഒരു ഭവനം തുടങ്ങുന്നതിനെക്കുറിച്ച് അറിയിച്ചു. അന്ന് അതിന് ഏതാണ്ട് 2 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുമായിരുന്നു. അത്രയധികം പണമില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അമ്മ ഫോൺ വെച്ചു. വീണ്ടും ഫോൺ ബെല്ലടിച്ചു. ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്ററായിരുന്നു ഫോണിൻ്റെ മറുതലയ്ക്കൽ. ഫിലിപ്പൈൻസിൽ നിന്നുള്ള മുൻ പ്രസിഡന്റിൻ്റെ പേരിൽ നൽകപ്പെടുന്ന മക്സസെ അവാർഡും ക്യാഷ് പ്രൈസും ഇത്തവണ മദറിനാണ് എന്നറിയിക്കുവാനായിരുന്നു ആ ഫോൺ കോൾ. ഏഷ്യയിലെ നോബൽ സമ്മാനമെന്നാണ് ഈ പുരസ്കാരം അറിയപ്പെടുക. എത്ര രൂപയാണ് സമ്മാനത്തുകയെന്ന് മദർ ചോദിച്ചു. $50,000 എന്ന് മറുപടി വന്നു. അത് അന്നത്തെ കണക്കിൽ ഏതാണ്ട് 2,35,000 രൂപയോളം വരുമായിരുന്നു. അതായത് ആഗ്രയിൽ ഒരു പുതിയ ഭവനം തുടങ്ങുന്നതിന് ആവശ്യമായത്രയും തുക ദൈവിക പരിപാലനയിൽ നൽകപ്പെട്ടു. ഒരു അച്ഛൻ 3 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം വിവരിക്കുന്നത് ഇപ്രകാരമാണ്. അന്ന് അച്ഛനിരുന്ന സ്ഥാപനത്തിലേക്ക് സുഹൃത്തുക്കളായ വൈദികർ മറ്റൊരാളുടെ കാറിന് വന്നു. ആ അച്ഛൻ ആ കൂട്ടുകാർ വന്ന് കാറെടുത്ത് പുറത്തേക്ക് പോകുവാൻ റിവേഴ്സ് എടുക്കുന്നതിനിടയിൽ കാറിൻ്റെ സൈഡ് തിങ്ങിലിടിച്ച് കാറിന് സാരമായ കേടുപറ്റി. അച്ഛൻ കാറിന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപ ക്രെഡിറ്റ് ആയെന്ന് ഫോണിൽ മെസ്സേജ് വന്നു. പണം നിക്ഷേപിച്ച ആൾ ഉടനെ വിളിക്കുകയും ചെയ്തു. അച്ഛന് അത്ഭുതമായി. ആ കാറിന് ഇൻഷുറൻസ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഏതാണ്ട് അതേ തുകയ്ക്കുള്ള റിപ്പയർ വർക്ക് നടത്തേണ്ടതായും വന്നു. നോക്കുക, എത്ര കൃത്യമായാണ് ദൈവം പരിപാലിക്കുന്നത്. നമുക്കും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടാകാം. കൊറോണ കാലത്ത് നമ്മൾ ആവർത്തിച്ച് കേട്ട വാക്യങ്ങളിലൊന്നാണ് ഭയം വേണ്ട, ജാഗ്രത മതി എന്നത്. ഈശോ നമ്മളെ നോക്കി പറയുകയാണ്, ആകുലതയും ഉത്കണ്ഠയും ഒന്നും വേണ്ടെന്നേ, ദൈവിക പരിപാലനയിൽ ആശ്രയിച്ചാൽ മതി, അവിടുന്ന് നോക്കും. ഇത് മനുഷ്യരുടെയല്ല, ഈശോയുടെ ഉറപ്പാണ്. അവൻ നിന്നെ സോളമനേക്കാളും നന്നായി അലങ്കരിക്കും.